ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ഇത് ഉപകരിക്കും. എല്ലാവർക്കും ഇപ്പോൾ വേണ്ടത് നോച്ച് ഡിസ്പ്ലേ ഉള്ള സ്മാർട്ട് ഫോണാണ്. ഈയിടെ ഇന്ത്യയിൽ ഇറങ്ങിയ ഹോണർ പ്ലേയും ഹോണർ 9Nമെല്ലാം ഇത്തരം സ്മാർട്ട് ഫോണുകളാണ്. നോക്കിയയുടെ X5 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതിൻ്റെ ലക്ഷണമൊന്നും ഇതുവരെയില്ല. പക്ഷേ അടുത്ത് തന്നെ നോക്കിയ X6 എന്ന സ്മാർട്ട് ഫോൺ നോക്കിയ 6.1 Plus എന്ന പേരിൽ ഇന്ത്യയിലെത്തിയേക്കാം. HMD Global ഈ മാസം 21-ന് ഒരു പ്രസ് കോൺഫറൻസ് നടത്താൻ പോകുന്നുണ്ട്. മിക്കവാറും ഈ ഇവന്റിൽ നോക്കിയ X6 എന്ന സ്മാർട്ട് ഫോൺ നോക്കിയ 6.1 Plus എന്ന പേരിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനാണ് സാധ്യത. നോക്കിയ X6-ന് വേണ്ടി ഉള്ള ഒരു സപ്പോർട്ട് പേജ് ജൂൺ മാസം മുതൽ തന്നെ നോക്കിയയുടെ ഇന്ത്യ വെബ്സൈറ്റിൽ വന്നിരുന്നു. Xiaomi Redmi Note 5 Pro, Honor 9N, പിന്നെ Asus ZenFone Max Pro M1 എന്നീ സ്മാർട്ട് ഫോണുകളുമായി മത്സരിക്കാനായിരിക്കും നോക്കിയ X6 വരുന്നത്. നോക്കിയ X6 ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ള ഏറ്റവും വില കുറഞ്ഞ നോച്ചുള്ള സ്മാർട്ട് ഫോണുകളിൽ ഒന്നായിരിക്കും ഇത്. ഓൾ ഗ്ലാസ് ബോഡിയും അലൂമിനിയം ഫ്രെയിമുമാണ് ഇതിനുണ്ടാവുക. ചൈനയിൽ 4GB റാമും 32GB സ്റ്റോറേജുമുള്ള വേരിയൻറ്റിന് 13,800 രൂപയും 4GB റാമും 64GB സ്റ്റോറേജുമുള്ള വേരിയൻറ്റിന് 16,000 രൂപയും 6GB റാമും 64GB സ്റ്റോറേജുമുള്ള വേരിയൻറ്റിന് 18,000 രൂപയുമാണ് വില. ഇന്ത്യയിൽ ഈ സ്മാർട്ട് ഫോണിൻ്റെ വില എത്രയായിരിക്കുമെന്ന് കൃത്യമായി അറിയില്ല. വൈറ്റ്, ബ്ലാക്ക് പിന്നെ ബ്ലൂ എന്നീ നിറങ്ങളിലായിരിക്കും ഈ സ്മാർട്ട് ഫോൺ ലഭ്യമാവുക. HMD Global ചിലപ്പോൾ നോക്കിയ X5 എന്ന സ്മാർട്ട് ഫോണും ഇതിൻ്റെ കൂടെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തേക്കാം. നോക്കിയ X6-ൻ്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നോക്കിയ X6 വരുന്നത് 1.8 GHz ഒക്ടകോ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 636 പ്രോസസ്സറുമായാണ്. ഇതിന് Adreno 509 GPU-ൻ്റെ സപ്പോർട്ടും ഉണ്ട്. 5.8 ഇഞ്ചിൻ്റെ നോച്ചുള്ള 19:9 ആസ്പെക്ട് റേഷ്യോ ഉള്ള ഫുൾ HD+ ഡിസ്പ്ലേക്ക് 2.5D ഗൊറില്ല ഗ്ലാസ് 3 പ്രൊട്ടക്ഷനും ഉണ്ടാവും. 81.5% സ്ക്രീൻ ടു ബോഡി റേഷ്യോ. 432 ppi ആണ് ഡിസ്പ്ലേയുടെ പിക്സൽ ഡെൻസിറ്റി. 32GB അല്ലെങ്കിൽ 64GB ഇൻ്റർണൽ സ്റ്റോറേജ് ഉള്ള ഈ സ്മാർട്ട് ഫോണിന് 256GB വരെ കപ്പാസിറ്റിയുള്ള മൈക്രോ SD കാർഡ് സപ്പോർട്ടുമുണ്ട്. ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് ഇതിലുള്ളത്. പുറകിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് നോക്കിയ X6-ന് ഉണ്ടാവുക. f2.0 അപ്പേച്ചർ ഉള്ള 16 മെഗാപിക്സലിൻ്റെ പ്രധാന സെൻസറും പിന്നെ f2.4 അപ്പേച്ചർ ഉള്ള 5 മെഗാപിക്സലിൻ്റെ സെക്കൻഡറി ഡെപ്ത് സെൻസറും ഉണ്ടാവും. ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ള പുറകിലെ ക്യാമറയ്ക്ക് 30 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ ഫുൾ HD വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. HDR ഹൈ ഡൈനാമിക് റേഞ്ച് ഇമേജ് പ്രോസസ്സിംഗ് ടെക്നോളജിയുള്ള ഈ ക്യാമറയിൽ ഹൈ ക്വാളിറ്റി ഡെപ്ത് ഓഫ് ഫീൽഡ് എഫക്റ്റും നന്നായി പ്രവർത്തിക്കും എന്നാണ് നോക്കിയ പറയുന്നത്. ഫ്രണ്ട് ക്യാമറയായി ഉപയോഗിച്ചിരിക്കുന്നത് 16 മെഗാപിക്സലിൻ്റെ f2.0 അപ്പേച്ചറുള്ള സെൻസറാണ്. ഡെപ്ത് ഓഫ് ഫീൽഡ് പിന്നെ പോർട്രേറ്റ് ലൈറ്റിംഗ് എഫക്ട്സ് എന്നിവയ്ക്ക് വേണ്ടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായം ഈ സ്മാർട്ട് ഫോണിൽ ഉണ്ടാവും. നോക്കിയ X6 ഒരു ഡ്യുവൽ നാനോ സിം സ്മാർട്ട് ഫോണാണ്. ആൻഡ്രോയിഡ് 8.1 ഓറിയോ ഓപ്പറേറ്റിംഗ് സിസ്റ്റമുള്ള നോക്കിയ X6 ഒരു ആൻഡ്രോയിഡ് 1 സ്മാർട്ട് ഫോണാണ്. ക്വിക്ക് ചാർജ് 3 സപ്പോർട്ടുള്ള നോൺ റിമൂവബിൾ ആയിട്ടുള്ള 3060 mAh ബാറ്ററിയാണ് നോക്കിയ X6-ന് ഉണ്ടാവുക. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ചാൽ 30 മിനിറ്റ് കൊണ്ട് 50% വരെ ചാർജ് ചെയ്യാം. ബോക്സിലുള്ള അഡാപ്റ്റർ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടുള്ളതായിരിക്കണമെന്നില്ല. 4G VoLTE, Wi-Fi, 802.11 AC, Bluetooth version 5.0, GPS, 3.5mm ഹെഡ്ഫോൺ ജാക്ക് പിന്നെ ഒരു USB Type-C പോർട്ട് എന്നിവയാണ് പ്രധാന കണക്ടിവിറ്റി ഓപ്ഷനുകൾ. ആംബിയന്റ് ലൈറ്റ് സെൻസർ, പ്രോക്സിമിറ്റി സെൻസർ, ആക്സിലറോമീറ്റർ, ഫിംഗർ പ്രിന്റ് സെൻസർ, ഇലക്ട്രോണിക് കോമ്പാസ്, ജിറോസ്കോപ്പ് എന്നിവ പ്രധാന സെൻസറുകളാണ്. ഫേസ് അൺലോക്കിംഗ് ഫീച്ചറുള്ള ഈ സ്മാർട്ട് ഫോണിൽ ബാക്ക് പാനലിലാണ് ഫിംഗർ പ്രിന്റ് സെൻസർ ഉള്ളത്. 151 ഗ്രാം ഭാരമുള്ള നോക്കിയ X6-ൻ്റെ തിക്നെസ് 8 mm ആണ്. ഈ വീഡിയോയുടെ വാട്സപ്പ് വേർഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു ചില വീഡിയോകൾ കൂടി ഈ ചാനലിലുണ്ട്. See you next time. Have a great day.